PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ 4 സോഷ്യൽ സയൻസിന് വേണ്ടി 4 ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. അതിൽ പാർട്ട് 1ലെ ആദ്യത്തെ ചാപ്റ്ററാണ്. പാർട്ട് 1ൽ 2 ടെക്സ്റ്റ് ബുക്കുണ്ട്, പാർട്ട് 2വിൽ 2 ടെക്സ്റ്റ് ബുക്കുണ്ട്. അതിൽ പാർട്ട് 1ലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകളുടെ ബേസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ്. റാങ്ക് ഫയലുകൾ തന്നെ തയ്യാറാക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നമ്മുടെ സ്കൂൾ പാഠപുസ്തകം, സെർട്ട് സിലബസിലുള്ള സ്കൂൾ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കുന്നത്, അല്ലേ? അപ്പം സ്കൂൾ പാഠപുസ്തകം നമ്മൾ അതിനകത്ത് ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർ ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, നമുക്കിന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്, എങ്കിലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരുവേ, അതിലും കൂടെ ഞെക്കണേ. അപ്പം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇതാണ് ആ ചാപ്റ്റർ, നോക്കിയേ, ഒന്നാമത്തെ ചാപ്റ്റർ. ഇതിലാദ്യം കൊടുത്തിരിക്കുന്നത് ഒരു കവിതയാണ്, നോക്കിയേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ കവിതയായത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എല്ലാവർക്കും അറിയാം അല്ലേ? അത് കുമാരനാശാൻ്റെ ഉദ്ബോധനം, കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ്. കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണേത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ചോദിച്ചിട്ടുണ്ട്, PSC പ്രീവിയസ് ആണ്. ഇനി ഇവിടെ ഇൻട്രഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ്, ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്താണ്? റിനയസൻസ് ആണ്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണെന്ത്? റിനയസൻസ്. ഇനി ജ്ഞാനോദയം. എന്താ ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ? നവോത്ഥാനത്തിൻ്റെ ഫലമായി, റിനയസൻസിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനം. എന്താ അത്? നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് എന്ത്? എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം. ഈ ജ്ഞാനോദയം രൂപം കൊണ്ടത് എത്രാമത്തെ നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയം രൂപം കൊള്ളുന്നത്. ഈ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏതൊക്കെയാ? ഏതാശയങ്ങളാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ഇവയാണ് ആര് പ്രചരിപ്പിച്ചത്? ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചത്. അപ്പം 18ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ്. നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണെന്ത്? ജ്ഞാനോദയം. ഇനി നമുക്ക് നോക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? എന്താ അത്? ഇത് കിടക്കുന്നത് കണ്ടോ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആരായത് രൂപം നൽകിയത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് അതാണ് ജെയിംസ് ഓട്ടിസ്. ഇനി
18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണേത്. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ടിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്രയാണ്? ഇത് കണ്ടോ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 18-ാം നൂറ്റാണ്ടോടെ നമ്മൾ ആ PSCയുമായി ബന്ധപ്പെട്ട പോയിന്റ്സാണ് പഠിക്കുന്നത് കേട്ടോ. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? ഇംഗ്ലണ്ട് 13 കോളനികളാണ് സ്ഥാപിച്ചത്. ആ കോളനികളാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഈ കൊടുത്തിരിക്കുന്നത് 13 കോളനികളാണ്. ന്യൂഹാംഷെയർ, മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കർണിക്കട്ട്, ന്യൂജേഴ്സി കണ്ടോ. അതാണ് കൊടുത്തിരിക്കുന്നത്. 13 കോളനികളാണ് സ്ഥാപിച്ചത്. പിന്നെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞത് അമേരിക്കയിലെ കുടിയേറ്റം. 1492 ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയതാരാണ്? 1492 അപ്പോൾ ഇത് നോക്കിയേ. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം എന്ത് ചെയ്തു? തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് അദ്ദേഹം വിളിച്ചു. എവിടുത്തെ വടക്കേ അമേരിക്കയിലെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു? അവരെ കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ആരെയാണ് വിളിച്ചേ? വടക്കേ അമേരിക്കൻ ജനതയാണ്. വടക്കേ അമേരിക്കൻ ജനതയെ എന്ത് വിളിച്ചു? ഇന്ത്യക്കാരെന്ന് വിളിച്ചു അല്ലേ? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിൽക്കാലത്ത് അവരേത് പേരിൽ അറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഞാൻ ഒന്ന് വായിക്കാം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. അവരെ എന്തു പറയാം? പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാരെന്ന് അറിയപ്പെട്ടു. അവരെ തീർത്ഥാടക പിതാക്കന്മാർ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് എന്തായിരുന്നു? തീർത്ഥാടക കേട്ടോ എഴുതിയിരിക്കുന്നത്. പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാരെന്ന് അറിയപ്പെട്ടു. ഇനി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനിയിൽ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻറ്റലിസം. എന്താണ്? മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മൊത്തം ചൂഷണമാണ് അല്ലേ? മുഴുവൻ ചൂഷണമാണ്. കോളനികളെ നിയമപരമായി പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. മൊത്തത്തിൽ ഇവരെന്ത് ചെയ്യാണ്? ആ കോളനി നിവാസികളെ ചൂഷണം ചെയ്യുകയാണ്. ആര് ചെയ്തത്? ഇംഗ്ലണ്ട് ചെയ്തത്. അപ്പോൾ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അങ്ങനെയാണ് എന്താ ഉണ്ടാകുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി. എന്താ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞത്? എന്താ? അതായത്
ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തി. അപ്പം ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ നികുതി കൂട്ടുകയാണ്. അപ്പോൾ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലിരുന്ന തേയിലപ്പെട്ടികൾ കടലിൽ വലിച്ചെറിഞ്ഞു. അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. എത്ര എണ്ണമാണ്? 342 പെട്ടികൾ, തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിന്? തേയിലയുടെ നികുതി കൂട്ടിയപ്പോൾ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറി എന്ത് ചെയ്തു? അതിലിരുന്ന 342 തേയിലപ്പെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. 1773 ഡിസംബർ 16 രാത്രിയിലാണ് കേട്ടോ. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു ഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിനകത്തിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെട്ടത്. ഇനി ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ പോരാടാനായിട്ട് ചില ചിന്തകരുടെ ആശയങ്ങൾ. അവിടുത്തെ 13 കോളനിയാണല്ലോ മാതൃരാജ്യമായ, അതായത് അവിടെ എത്ര കോളനിയാണ് വന്നത്? 13 കോളനിയാണ്. നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനിയാണ് സ്ഥാപിച്ചിരുന്നത്? 13 കോളനികളാണ്. 13 കോളനികളാണ് നോർത്ത് അമേരിക്കയിൽ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ കോളനിക്കാർക്ക് പ്രചോദനം നൽകിയ ചിന്തകർ നോക്കിയേ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. നമുക്കറിയാം, VO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയവർ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ കണ്ടവർ അല്ലേ? നമുക്കറിയാം, PSC ചോദിച്ചിട്ടുള്ളതാണ്. തോമസ് പെയിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാരാണ്? അത് ജോൺ ലോക്കാണ്. ഏതെങ്കിലും വിദേശ ശക്തി, ഇംഗ്ലണ്ടാണല്ലോ അവിടെ പ്രശ്നക്കാരൻ. ഈ വൻകരയെ എന്ന് ഉദ്ദേശിക്കുന്ന വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാര് പറഞ്ഞു? തോമസ് പെയിനാണ് അങ്ങനെ പറഞ്ഞത്. ഈ 2 വാക്കുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനിയുള്ളത് കോണ്ടിനെൻ്റൽ സമ്മേളനം അല്ലേ? വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. അപ്പം 1-ാം കോണ്ടിനെൻ്റൽ സമ്മേളനം മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 എവിടെ സമ്മേളിച്ചു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അതാണ് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. 1774 എന്ന പോയിന്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള, അവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഏതാ? ജോർജിയ. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ. എവിടാണ് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്? ഫിലാഡൽഫിയ. പങ്കെടുത്തില്ല ജോർജിയ. 1774 ഇനി ഇവരെന്താ ആവശ്യപ്പെട്ടത്? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ആർക്ക് നിവേദനം കൊടുത്തു? ആർക്ക് കൊടുത്തു? ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊടുത്തു. അതാണ് 1-ാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ ചെയ്തത്. വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത നിവേദനം കൊടുത്തു. ഇവിടെ അറിയേണ്ട പോയിന്റ് ഇംഗ്ലണ്ട് രാജാവിനാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ജോർജിയ പങ്കെടുത്തില്ല. 1774 1-ാം കോണ്ടിനെൻ്റൽ സമ്മേളനം. പിന്നെ എന്നായിരുന്നു? എവിടെ വെച്ച് നടന്നു? ഫിലാഡൽഫിയ, ഇംഗ്ലണ്ടിൻ്റെ
ചൂഷണത്തിന് നിയമങ്ങൾക്കും എതിരായിട്ടാണ് ഇത് നടന്നത്. ഇത്രയും പോയിന്റ് എന്താണെങ്കിലും ഇവിടെ ഓർത്തിരിക്കുക. പിന്നെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. ഏത് വർഷം? ഇത് എഴുതിയിരിക്കുന്നു 1775. എവിടെ തന്നെയാണ് അതും ചേരുന്നത്? ഫിലാഡൽഫിയയിലാണ് ചേരുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ആരെ? ജോർജ് വാഷിങ്ടണിനെയാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടന്നതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ, അപ്പോൾ കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരാ എഴുതിയേ? ആരാ? തോമസ് പെയിനാണ്. ആ പോയിന്റ് ഇവിടെ ഓർത്തേക്കണേ, തോമസ് പെയിൻ. ഇംഗ്ലണ്ടിൽ നിന്ന് ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം. ആ പോയിൻ്റാണ് അവിടെ. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഏതു വർഷം, ഏത് ദിവസം? ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 1776 ജൂലൈ 4. അപ്പോൾ 74 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. മൂന്നാമത് ഓർത്തിരിക്കേണ്ടത്, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി 1776 ജൂലൈ 4. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാരാ? സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാ? ഇത് എഴുതിയിരിക്കുന്നത് കണ്ടോ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇതാണ്: എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില. അതുകൊണ്ട് ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, മറക്കരുത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ എന്ത് സംഭവിച്ചു? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഒരു യുദ്ധം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ചിരുന്ന യുദ്ധം അവസാനിച്ചു. ഏത് വർഷം? 1781. സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. അതിനുശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. ഇനി പാരീസ് ഉടമ്പടി. എന്താ പാരീസ് ഉടമ്പടി? ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ്. ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടി. ഏത് വർഷം? ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1783. ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടന്നത് 1783. ഇനിയുണ്ടല്ലോ, ആ പോയിന്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറക്കല്ലേ. ഇനി അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയതാരാ? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ഇവിടെ ഈ പോയിന്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാരാ? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ആണല്ലോ 1776 ജൂലൈ 4 അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കുന്നത് ആരാണ്? അത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കയുടെ ഭരണഘടന കണ്ടോ, പോയിന്റ് കണ്ടോ, വേണ്ടേ? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാ?
അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്നത്? അത് ഫിലാഡൽഫിയയിലാണ്. കണ്ട പോയിന്റ്. ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ, സമ്മേളനം നടന്നത് ഫിലാഡൽഫിയ. ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാ? ജോർജ് വാഷിങ്ടണിനെയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണാണ്. ഇനി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാ? ഏത് ഭരണഘടനയാണ്? റിപ്പബ്ലിക്കൻ ഭരണഘടനാ രീതി ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ഇവിടാണ് ആ പോയിന്റ് കിടക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ ഭരണഘടന. PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. പിന്നെ നമുക്കറിയാം, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. ഏറ്റവും ചെറിയ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഭരണഘടന എന്ന് ചോദിച്ചാലും ഏതാ? വലുത് നമ്മുടെ ഇന്ത്യയാണ്. ചെറുതെന്ന് ചോദിച്ചാൽ ഏതാ? അതും അമേരിക്കയുടെ ഭരണഘടനയാണ്. എഴുതപ്പെടാത്തത് ഇംഗ്ലണ്ടിൻ്റെയും ഇസ്രയേലിൻ്റെയാണ്. അതും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, പഠിച്ചോണം. അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ഏറ്റവും കുഞ്ഞ് എഴുതപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും കുഞ്ഞ് ഭരണഘടനയും ഏതിൻ്റെയാണ്? അമേരിക്കയാണ്. ഇനി പിന്നെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞത് ഫെഡറൽ രാഷ്ട്രം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും ആരാണ്? ഈ അമേരിക്കയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെയാണ്? അമേരിക്കയുടെയാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും മതി. ഫ്രഞ്ച് വിപ്ലവം അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ തുടർ ക്ലാസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്